ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പുതിയൊരു സാധനം കിട്ടിയിരിക്കുകയാണ്. റോയൽ എൻഫീൽഡിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ ഹൈഡ്രേഷൻ ബ്ലാഡറാണ് നമ്മൾ വാങ്ങിച്ചത്. സ്പോൺസേർഡ് അല്ല, വാങ്ങിച്ചാണ് പൈസ കൊടുത്ത്. 3000 റെഡി 3000 റെഡി അയ്യോ 3600 രൂപയാണ് ആയിട്ടുള്ളത്. അൺബോക്സ്. ഇതെൻ്റെ കത്തിയല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ കത്തിയാണ്. അളിയ സേഫായിട്ട് ട്രിപ്പുണ്ട് കേട്ടോ, പേടിക്കണ്ട. കഴിഞ്ഞ റൈഡിൽ എങ്ങനെയോ എൻ്റെ കയ്യിലായി പോയതാണ്. ഇതാണ് സാധനം. പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ സാധനം. 4 ദിവസം കൊണ്ട് സാധനം ഡെലിവറായി. കിട്ടില്ല. നോക്ക് ഗൈസ്, ക്വാളിറ്റി നോക്ക്, അടിപൊളി. എനിക്കൊരു നാണക്കേടുമില്ല റോയൽ എൻഫീൽഡ് ഇടാൻ. ചിലവന്മാർ പറയും KTM ഓടിക്കുന്ന സമയത്ത് റോയൽ എൻഫീൽഡിൻ്റെ ബ്രാൻഡിങ്, അങ്ങനെയൊന്നുമില്ല. ഇത് യൂസ്ഫുൾ സാധനമാണ്. നല്ല സാധനങ്ങൾ നമ്മൾ ഏത് ഉപയോഗിക്കും. ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നമുക്ക് ട്രക്കിങ്ങിന് പോകുന്ന ബാഗിൻ്റെ പോലെ ആ ഒരു വിയർപ്പൊന്നും അടിക്കാതിരിക്കാനുള്ള. ഞാൻ ഇത് എടുക്കാനുള്ള മെയിൻ റീസൺ വേറെയാണ്. ഇത് കണ്ടോ, നമ്മുടെ ഈ ജാക്കറ്റൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇടുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, നമ്മുടെ പ്രൊട്ടക്ടറിൽ ഒന്ന് തട്ടി നിൽക്കുക. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമുക്ക് ലൂസാക്കാനും ടൈറ്റാക്കാനും പറ്റുന്നത് കൊണ്ട് ഈസി ആയിട്ട് ജാക്കറ്റിൻ്റെ മുകളിൽ കൂടെ ബ്ലാഡർ ഊരാനും എടുക്കാനൊക്കെ പറ്റും. ഉണ്ടോ, ഇത് കൊള്ളാം. ഇതാണ് ഞാൻ അതിൽ സ്പെഷ്യലായിട്ട് കണ്ടിട്ടുള്ള ഒരു സംഭവം. ഇതാണ് നമ്മുടെ, ഇത് സാധാരണ ഉള്ളവരാണ്. വലിക്കുക, കുടിക്കുക, താത്ത് വയ്ക്കുക, അടച്ചു വയ്ക്കുക. നൈസ്, സിമ്പിൾ. അധികം ആഡംബരങ്ങളൊന്നുമില്ല. ഓക്കെ, ഇവിടെ വെൽക്രോ തന്നിട്ടുണ്ട്. ഇത് പുറത്തോട്ട് ചാടിപ്പോകാതിരിക്കാൻ. ഓക്കെ, ഇതിവിടെ എല്ലാം കൊളുത്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെടുത്ത് ഇവിടെ ഇടാം കേട്ടോ. ഇവിടെ ഒരു ഓട്ടം ഉള്ളതുപോലെ ഇവിടെയും ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റോ റൈറ്റോ എവിടെയാണെന്ന് വെച്ചാൽ ഇഷ്ടം അനുസരിച്ച് മാറ്റി വയ്ക്കാൻ പറ്റും. 2 സിബ്ബാണ് ഞാനത് കാണുന്നത്. ഫസ്റ്റത്തെ സിബ്ബ് തുറക്കാം. അടിപൊളി. ഇതിനകത്ത് എന്ത് രസമുള്ള പടം നോക്ക്. പടം അടിപൊളി. റോയൽ എൻഫീൽഡ് എന്നൊക്കെ അകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. പച്ച കളറിൽ, ചുമന്ന കളറിൽ നല്ല നല്ല ഡിസൈൻസ്. നോക്ക്, ഇതാണ് ഡിസൈൻ. അകത്ത് ഇങ്ങനെ ഇരിക്കും. ഇത്രയും സ്പേസ് ഉണ്ടല്ലേ, നല്ല സ്പേസ് ഉണ്ട്. അതിൽ ഇവിടെ ഒരു ചെറിയൊരു പോക്കറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമുക്കൊരു ചെറിയ പേഴ്സോ ഐഡൻറ്റി കാർഡോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. അധികം ഡെപ്തുള്ളതല്ല, പക്ഷേ ഇത് കൊള്ളാം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു നെറ്റിൻ്റെ തരുന്നുണ്ട്. ഇത് തന്നെ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ആവശ്യത്തിന് നല്ല സാധനങ്ങളൊക്കെ ഒരുപാട് കയറും. ചെറിയൊരു ഷോർട്ട് ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോഴും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മെയിൻ സ്ഥലം, ബ്ലാഡർ ഇരിക്കുന്ന. അവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഇതും അധികം ഡീപ്പൊന്നുമില്ല. എൻ്റെ ഈ കൈപ്പത്തിയുടെ ഇത്രയും ഇതേ ഉള്ളൂ. വെൽക്രോയാണ്, സിബ്ബല്ല. ഇത് ഇത്രയും വലിയ ബാഗാണ്. താഴെ ഒരാൾ സാധാരണ ഒരു നമ്മുടെ കെച്ചുടെ ബാഗില്ലേ, 100 എത്ര ലിറ്റർ, അത് 10 ലിറ്ററോ 10 ലിറ്ററിൻ്റെ ചെറിയൊരു ബാഗില്ലേ കെച്ചുടെ, ആ ഒരു സൈസുണ്ട്. ഇതാണ് ഇതിൻ്റെ. നൈസ്. ഇതും വെൽക്രോയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബ്ലാഡർ. നല്ല രസമുണ്ടല്ലേ. നമുക്ക് സ്കെയിൽ വന്നിട്ടുണ്ട്, എത്ര ലിറ്റർ ഉണ്ടെന്നുള്ളത്, എത്ര ലിറ്റർ നമുക്ക് ബാക്കിയുണ്ടെന്നുള്ള കറക്റ്റ് അതിനകത്ത് അറിയാൻ പറ്റും. ml ആണ്, ലിറ്ററല്ല. കണക്ക് ml എഴുതിയിട്ടുണ്ട്. ക്വാളിറ്റി നല്ല രസമുണ്ട്. തിരിച്ചു വന്നതൊക്കെ സ്ലൈഡാണ് ചെയ്യേണ്ടത്. സ്ലൈഡ് ചെയ്ത് തുറക്കുന്നു. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കുന്നു. ഫ്രഷ് മണം. എന്നിട്ട് ഇത് അടയ്ക്കുന്നു. എന്താ ഇത് അടയാത്ത? ക്വാളിറ്റി കൂടി പോയോ? ഇങ്ങനെയായിരുന്നു.
സംഭവം കലക്കിയിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതുണ്ടല്ലേ നമ്മുടെ ഈ പൈപ്പെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഈ കവർ ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ? യഥാർത്ഥത്തിൽ ഇത് ലുക്കിന് വേണ്ടി ചെയ്തിരിക്കുന്നതല്ല. ഉണ്ടോ, ഇത് ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റൈഡിൻ്റെ സമയത്തെല്ലാം വെയിലടിച്ച് ഇതിനകത്ത് കിടക്കുന്ന വെള്ളം ചൂടാവും. ഈ പൈപ്പിൽ കിടക്കുന്നത് പ്ലാസ്റ്റിക് അല്ലേ, അകത്ത് പ്ലാസ്റ്റിക് പൈപ്പാണല്ലോ, അത് ചൂടായി വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും. അപ്പം അതിനൊക്കെ വേണ്ടിയാണെന്നാണ് എൻ്റെ അറിവ്. ഇവിടെ ഇങ്ങനെ ഈ കോട്ടിങ് തന്നിരിക്കുന്നത്, കാണാനും ഒരു ലുക്കുണ്ട്. നൈസ്, നന്നായിട്ടുണ്ട്. പിന്നെ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെയും ബ്ലാഡറുകൾ കയറ്റാം കേട്ടോ, ഇതിനകത്ത് വേറെയും കയറ്റാം, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ 2000 ml എന്ന് പറയും. ഇത് 2 ലിറ്റർ അല്ലേ? റെഡി, 2 ലിറ്റർ അല്ലേ ഇത്? 2000. അപ്പം ഇനി ഇത് വലുതും കയറ്റാം കേട്ടോ, സ്ഥലമൊക്കെ ഉണ്ട്. തിരിച്ചിങ്ങ് വയ്ക്കുക. ഇത് തൊടാൻ നല്ല രസമുണ്ട്, ഒരു രക്ഷയില്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ. ഞാൻ ഈ റോയൽ എൻഫീൽഡ് തന്നെ ജാക്കറ്റ് ജീൻസിൻ്റെ ഉണ്ടല്ലോ, ലെവിസുമായിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. റൈഡിങ്ങിൻ്റെ പാൻറ്റ് ജീൻസ് മേടിച്ചിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വാല്യൂ ഫോർ മണി തന്നെയാണ്. സ്വന്തം വാങ്ങിച്ചാൽ അത് വർത്താണ്. ആർമറൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും ആ പാൻറ്റ്. അതങ്ങ് സ്ഥിരം ഉപയോഗിക്കുന്ന ജീൻസ് എനിക്കിഷ്ടമാണത്. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല പ്രോഡക്റ്റ്സ് റോയൽ എൻഫീൽഡ് ഇറക്കട്ടെ എന്നാഗ്രഹിക്കുന്നു, എന്നാശംസിക്കുന്നു. ഇതിലോട്ട് ഇടാം, ഇട്ട് വെക്കാം. ഇങ്ങനെ സെറ്റ് ലുക്കുണ്ടാടി? ഇല്ല, ഞാൻ 2 സൈഡിലാണ് വയ്ക്കുന്നത് എപ്പോഴും. നൈസ്. അപ്പോൾ ശരി ഗൈസ്, ഇങ്ങനെ ഇതുപോലത്തെ ഓരോരോ പുതിയ പുതിയ സാധനങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാം. നമ്മളിപ്പോൾ ഒരു റൈഡിന് വേണ്ടി പോകാൻ തയ്യാറെടുക്കുകയാണ്. വാരണാസിയാണ് താമസിക്കുക. അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.